ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ കുഞ്ഞു വിശേഷങ്ങൾക്കിടയിൽ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം പറയാനാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ രാവിലത്തെ എല്ലാം ഒരുങ്ങിയിട്ട് നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനും ഉണ്ട് കേട്ടോ. ആ പോവലാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് കേട്ടോ. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇതുപോലൊരു ഭാഗ്യം ഞങ്ങൾക്ക് പിന്നെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ ചപ്പാത്തി പിന്നെ കോഴിക്കറിയാട്ടോ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ. അതിനൊരു പെരുത്ത കഥയുണ്ട്. അപ്പോൾ എല്ലാം ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഞാനും ഉണ്ട്, കാക്കുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വാർപ്പാണ്, വലിയ ആർഭാടായിട്ടൊന്നും ഇല്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊന്നുമില്ല, പണിക്കാർക്ക് മാത്രമേ ഫുഡുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ വാടക വീട്ടിലേക്ക് എത്തിയപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഈ കഥ. ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ വാടക വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ ഓരോ ജോലിക്കും പോയിട്ട് ഒരുങ്കൂട്ടി വെച്ച്, അതായത് കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് ഒരുങ്കൂട്ടി വെച്ചതാട്ടോ ഈ ഒരു വീട്. അപ്പോൾ അതായത് ഞങ്ങളെ ഉമ്മാൻ്റെ വീടാണ്, തറവാട്. ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്താണ് ഇനിയിപ്പോൾ വീട് കയറ്റാൻ പോണത് കേട്ടോ. അപ്പോൾ അത് തറവാട്ടിൽ നിന്ന് ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോകട്ടോ ഞങ്ങളെ വീടിൻ്റെ വാർപ്പിൻ്റെ അവിടേക്ക്. ഇത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. കാരണം ഞങ്ങൾ ഇത്രയും കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വാർപ്പ് നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ബഡ്ജറ്റ് സെറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇത് 1000 സ്ക്വയർ ഫീറ്റ് ഞങ്ങളെ വീടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വെറും 558 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ കയറ്റുന്നത്. ഉമ്മ പണിക്ക് പോയി ഒരുങ്കൂട്ടി വെച്ച ഉമ്മയുടെ ഒരു ആഗ്രഹമാണ്. 58ാമത്തെ വയസ്സിലാട്ടോ എൻ്റെ അമ്മ ഈ ഒരു വീട് കയറ്റുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ റോൾ മോഡൽ പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാവും. അത്രയും എൻ്റെ അമ്മ ത്യാഗം സഹിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോരുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പണിക്ക് പോകണത് നിർത്തണം കേട്ടോ. ഈ വീട്ടിൽ ഉമ്മാനെ എത്തിക്കഴിഞ്ഞാൽ ഉമ്മക്ക് ചിലവിന് കൊടുക്കാൻ ഞാൻ സ്വയം കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ സഹകരിക്കാം കേട്ടോ.